And finally, iOS 26.2 ബീറ്റ 2 ആപ്പിൾ റിലീസ് ചെയ്യേണ്ട ഈ ഒരു അപ്ഡേറ്റ് എൻ്റെ ഡിവൈസിൽ വന്നിരിക്കുന്നത് 894 MB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷൻ കൂടാതെ തന്നെ ആപ്പിൾ വാച്ച് OS, മാക് OS, tvOS, വിഷൻ OS, HomePod OS എന്നിങ്ങനെ കുറേയധികം നിരവധി അപ്ഡേറ്റ്സിൻ്റെ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOSൻ്റെ 26.2 ബീറ്റനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും ടിപ്സും ട്രിക്സും എല്ലാം അറിയുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേപോലുള്ള അടിപൊളി വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് എബിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക. തുടക്കത്തിൽ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിംഗ്സ്, ജനറൽ, എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ്വെയർ സ്നാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26.2 23C5033H എന്ന്. ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചധികം ബീറ്റാസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നായിരിക്കും ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ എന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. സോ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ ഏതെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ആവാനും ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു റീഡിസൈൻ ആപ്പിളിൻ്റെ മെഷർ ആപ്പിലാണ്. നേരെ ഈ പറഞ്ഞ മെഷർ ആപ്പിലേക്ക് പോകാം. മെഷർ ആപ്പിൽ നമുക്ക് ഇത് മെഷർ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കുള്ള ഓപ്ഷനാണ്. അതിന് തൊട്ടപ്പുറത്തുള്ള ലെവൽ ഓപ്ഷൻ എടുക്കുമ്പോൾ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഫുൾ ഡെഫിനിഷൻ ഇപ്പോൾ ആപ്പിലൂടെ കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് നമുക്കിവിടെ വെക്കാം. നമുക്ക് കറക്റ്റായിട്ട് കാണുമ്പോൾ മനസ്സിലാവും ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ ഉള്ളിലാണ് കറക്റ്റ് ആ ഒരു വേർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത് പോകുമ്പോൾ ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് റീഡിഫൈൻഡ് ആയിട്ടുള്ള കുറേയധികം ലിക്വിഡ് ഗ്ലാസ് ഓപ്ഷനാണ്. WW26, WW25 ആപ്പിൾ അനൗൺസ് ചെയ്ത സെയിം ലിക്വിഡിറ്റി ഓപ്ഷൻ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു എഡിറ്റിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ പുതിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ആ ഓരോ കാര്യങ്ങളും ഇവിടെ സിങ്ക് ആവുന്നത്. ജസ്റ്റ് ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ ആപ്പിൾ ഈ ഒരു ഓരോ ഓപ്ഷൻസും കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ WW25 പറഞ്ഞ ആ ഒരു സെയിം ലിക്വിഡിറ്റി ത്രൂ ഔട്ട് OSലേക്ക് ആപ്പിൾ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വരുന്ന മാറ്റം നമ്മുടെ ഗെയിംസ് ആപ്പിലാണ്. ഗെയിംസ് ആപ്പിൽ ഒരു പുതിയ സ്പ്ലാഷ് സ്ക്രീൻസ് നമുക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഗെയിമിംഗ് കൺട്രോളിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ നമുക്കുണ്ട്. സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ഗെയിം ആപ്പിൽ. മൂന്നാമത്തെ നിങ്ങൾക്ക് ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്ത് അതിന് ഒരു സ്കോറും അതോടൊപ്പം കുറേയധികം ബാഡ്ജസും റിവാർഡായിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തിട്ട് നേരെ ലൈബ്രറി ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറേയധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. യുവർ ഗെയിമിന് തൊട്ടപ്പുറത്തുള്ള ഫിൽട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇതേപോലെ എല്ലാ ഓപ്ഷൻസും പോപ്പപ്പ് ചെയ്യുന്നത്. കാറ്റഗറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എല്ലാ ഗെയിംസിൻ്റെയും പുതിയ കാറ്റഗറി ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓരോ കാറ്റഗറിയിലെയും നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിംസ് ഇനി മുതൽ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനും പറ്റും. അടുത്ത വരുന്ന മാറ്റം റിമൈൻഡേഴ്സ് ആപ്പിലാണ്. കഴിഞ്ഞ അപ്ഡേറ്റിൽ നമുക്ക് പറഞ്ഞായിരുന്നു റിമൈൻഡേഴ്സ് ആപ്പിൽ ഇനി മുതൽ നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റുന്ന. അതിന് കുറച്ചുകൂടെ പുതിയതായിട്ട് അല്ലെങ്കിൽ റീഡിഫൈൻ ചെയ്തുകൊണ്ട് പുതിയ ഒരു സ്പ്ലാഷ് സ്ക്രീനും ആപ്പിലോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ പുതിയ അലാറം സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ അപ്ഡേറ്റിൽ ലഭിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് സ്നൂസ് ഓപ്ഷനും അതോടൊപ്പം സ്റ്റേ റിമൈൻഡഡ് എന്ന ഓപ്ഷനും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്നൂസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ ഞെക്കിയില്ലെങ്കിലും ഈ പറയുന്ന ലൈവ് ആക്ടിവിറ്റി ബാക്കിൽ റിമൈൻ ചെയ്യും. നിങ്ങളെ കറക്റ്റായിട്ട് ആ റിമൈൻഡർ നിങ്ങൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ തന്നുകൊണ്ടിരിക്കും. കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സജസ്റ്റഡ് ആയിട്ടുള്ള ലിസ്റ്റിലെ ഗ്രോസറീസ് ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ് ചെയ്താണ് വന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ സിറി റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സിറിയുടെ സജഷൻസ് ആയിരുന്നു ഓട്ടോമാറ്റിക്കലി കാറ്റഗറൈസ് എന്നാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊരു പുതിയ റിമൈൻഡർ ആഡ് ചെയ്യാം. റിമൈൻഡർ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് പുതിയ ആ ഒരു അർജൻറ്റ് എന്ന ഓപ്ഷൻ്റെ ബട്ടൺ പ്രീ ഡിഫോൾട്ടായിട്ട് കാണാൻ പറ്റും. നേരത്തെ ടൈം എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ മാത്രമായിരുന്നു അർജൻറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇംബിൾഡ് ആയിട്ട് ഓരോ പെർട്ടിക്കുലർ ഓപ്ഷൻ അനുസരിച്ച് തന്നെ അർജൻറ്റ് എന്ന ഓപ്ഷനും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ബഗുകളും ബഗ് ഫിക്സിനെ പറ്റി സംസാരിക്കാം. ഏറ്റവും ആദ്യം ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. iOS 26.2 ഫീഡ്ബാക്ക് ആപ്പിൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയർ ഡ്രോപ്പിലാണ് ഫസ്റ്റ് ഇഷ്യൂ വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബീറ്റ 1 നിന്ന് ബീറ്റ 2 നോക്കുമ്പോൾ എയർ ഡ്രോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഡിസ്കവർ ചെയ്യുന്നില്ല എന്നൊരു ബഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ താഴെ തന്നെ വർക്ക് അറൗണ്ടും കൊടുത്തിട്ടുണ്ട് iOS 26.2 പുതിയ ബേറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ വർക്ക് അറൗണ്ടും ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. എന്നിങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. വേറെ പെർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യവും ആപ്പിളോടെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം, അതായത് iOS 26.2 ബേറ്റ അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിൽ ഇവിടെ ഒരു ചെറിയ ലൈൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ലൈൻ കണ്ടോ, ഡിസ്പ്ലേയിൽ ഒരു ലൈൻ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ അപ്ഡേറ്റ് തൊട്ട് എനിക്ക് ലഭിച്ചതാണ്. ഞാൻ കരുതിയത് മേ ബി ഒരു ബഗ്ഗായിരിക്കും എന്നാണ്. ഈ ഒരു അപ്ഡേറ്റിലും എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ലൈറ്റ് മോഡ് ഇട്ടിട്ട് കാണിച്ചു തരാം. ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്തു. ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായി മനസ്സിലാവും ഒരു ലൈൻ കറക്റ്റ് ഒരു വരവ് വയ്ക്കുന്നത്. സ്ക്രീൻ ഗാർഡ് പൊട്ടിയിരിക്കുന്നതല്ല, ആ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ലൈനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ ഓപ്ഷനും കൂടെ ആപ്പിൾ എനിക്ക് ഈ ഒരു അപ്ഡേറ്റിൽ സ്വന്തമായിട്ട് അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് മാത്രമായിട്ട് ആപ്പിൾ തന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ ഫ്ലൂയിഡിറ്റിയും ബാക്കി എല്ലാ കാര്യവും ഈ ഒരു അപ്ഡേറ്റിലും എൻ്റെ iPhone 11 കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓർക്കുക, iOS 26 എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ ഒരു iPhone 11 എന്ന് പറഞ്ഞ ഓൾഡസ്റ്റ് ജനറേഷൻ ഫോണിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെതായ കുറേയധികം പരിമിതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ക്യാമറ ആക്സസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, കോളിംഗ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പക്ക ആൻഡ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്തുള്ള സ്റ്റട്ടറിങ്ങും അതോടൊപ്പം ഗെയിം കളിക്കുമ്പോഴുള്ള ലാഗും ഫീൽ ചെയ്യുന്നത് ഡിവൈസിൻ്റെ പ്രോസസ്സർ കുറേയധികം പഴക്കം ചെന്നതാണ്. നിങ്ങൾക്കറിയാം, പുതിയ ഡിവൈസുകൾ വരുമ്പോൾ ആ ഡിവൈസിന് വേണ്ടി റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആപ്പിൾ എപ്പോഴും റിലീസ് ചെയ്യാറ്. സോ അതിൻ്റെതായ കുറേയധികം പരിമിതികളും കുറേയധികം മാറ്റങ്ങളും ഈ ഒരു ഡിവൈസിൽ എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ബാറ്ററി ഹെൽത്ത് പറയുകയാണെങ്കിൽ ബാറ്ററി ഹെൽത്ത് എനിക്ക് നല്ല കുറവാണ്. കാരണം ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് സർവീസ് സ്റ്റേജിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 73 ആണ് എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ബാറ്ററി കപ്പാസിറ്റിയും അതേപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. 80% 56% ഇപ്പോൾ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. 2 മണിക്കൂർ മുമ്പ് ഞാൻ 100% ഇപ്പോൾ ഈ ഒരു 2 hours കൊണ്ട് വെറുതെ അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. സെക്കൻഡ് ഡിവൈസ് ആണെങ്കിൽ പോലും എൻ്റെ ഡിവൈസിന് 86% ബാറ്ററി ലൈഫ് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബാറ്ററി ഡ്രെയിനും വരാനുള്ള ചാൻസ് എൻ്റെ ഈ ഡിവൈസിൻ്റെ കാലപ്പഴക്കം കൊണ്ട് തന്നെയാണ്. എല്ലാ ഡിവൈസിലും ഇതേപോലെ ബാറ്ററി ഡ്രെയിനൊന്നും ഉണ്ടാവില്ല. ഇനി ഈ ഒരു അപ്ഡേറ്റ് എന്നാണ് ഒഫീഷ്യലായിട്ട് വരാൻ പോകുന്നത് വെച്ചാൽ ആപ്പിൾ ഒരു വീക്ക്ലി സൈക്കിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഡേറ്റ്സ് ആപ്പിൾ വല്ലാണ്ട് മാറുന്നുണ്ട്. എപ്പോഴും ട്യൂസ്ഡേ അല്ലെങ്കിൽ മൺഡേ ആയിരിക്കും വരാറ്. ഈ ഒരു വട്ടം അപ്ഡേറ്റ് വന്നത് തേഴ്സ്ഡേ ആണ്. സോ ആ ഒരു ചേഞ്ച് അപ്ഡേഷൻ സൈക്കിളിൽ നമുക്ക് വല്ലാണ്ട് കൺഫ്യൂസിങ് ആക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്കിലും നമുക്കൊരു പുതിയ അപ്ഡേറ്റ് വരും. ഒഫീഷ്യൽ അപ്ഡേഷൻ വരാൻ പോകുന്നത് മിക്കവാറും മിഡ് ഓഫ് ഡിസംബറിലാണ്. കാരണം ഡിസംബറിൽ ഈ പറഞ്ഞ ക്രിസ്മസും ബാക്കി ഹോളിഡേയ്സും വരുന്നുണ്ട്. ആപ്പിൾ എംപ്ലോയീസ് എന്തായാലും ഓഫ് ആയിരിക്കും. അതിനു മുമ്പ് ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും ഒഫീഷ്യലായിട്ട് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് പകരം iOS 26.1.1 എന്ന ബഗ് ഫിക്സ് ചിലപ്പോൾ വരാനും ചാൻസ് ഉണ്ട്. അതൊരു വെറും ചിലപ്പോൾ മാത്രമാണ്. ഒരു ഗ്യാരണ്ടിയും ആ ഒരു അപ്ഡേഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതോടൊപ്പം ഇതേപോലെ ഏറ്റവും അടിപൊളിയായ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ഫോളോ ചെയ്താൽ മതി. എല്ലാ വീഡിയോസിൻ്റെയും വാൾപേപ്പേഴ്സ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹാൻഡ് പിക്ഡ് ആയുള്ള എല്ലാ വാൾപേപ്പേഴ്സും എവിക്ക വീക്ക്ലി എന്ന് പറഞ്ഞും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. സോ iOS 26.2 ഈ ഒരു ബേറ്റ അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് വലിയ കാര്യം തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Evan Xavier signing from Evica.